ഗായ്സ്, അപ്പോൾ ഞങ്ങളുടെ കല്യാണമൊക്കെ ഉറപ്പിച്ച് അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ വെഡിങ് റിങ് മേടിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. വേറെ ഇവിടെ ഒന്നുമല്ല, നമ്മുടെ സ്വന്തം ബോച്ച സാറിൻ്റെ ചെമ്മണ്ണൂർ ജ്വല്ലറി. യെസ്, ബോബി ചെമ്മണ്ണൂർ ജ്വല്ലറിയിലാണ്. അപ്പോൾ അങ്കമാലി സൈഡിലായിട്ടുള്ള അവിടെ വന്നിരിക്കണം. അപ്പോൾ ഇവിടെ വെറൈറ്റി റിങ് കളക്ഷനൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയാം. പോയി നോക്കിയിട്ട് വരാം അല്ലേ? ഓക്കെ. നോക്ക്, നമ്മള് വെഡിങ് റിംഗ് എടുക്കാൻ പോവാണ്. നന്ദുനുള്ളത് ഫസ്റ്റ് സെലക്ട് ചെയ്യും. നീ എടുക്ക ഫസ്റ്റ്, നിനക്ക് 2-3 ദിവസം വേണമല്ലേ? അയ്യോ, അന്നൊരു സാരി എടുക്കാൻ പോയ കൺഫ്യൂഷൻ ഇപ്പോഴും തീർന്നിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എടുത്തു, എന്നിട്ട് ഇപ്പോഴും കൺഫ്യൂഷൻ അത് വേണമെന്ന്. നീ പെട്ടെന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞോ, 2-3 ദിവസം എടുക്കരുത്. എന്റെ ഗായ്സ് ഭയങ്കര സിമ്പിൾ ടേസ്റ്റ്. ഇതാണോ ഇഷ്ടം? ഇഷ്ടമാണോ? ഇതിന്റെ ഉള്ളിൽ എന്റെ പേര് ഐശ്വര്യാന്ന് കേട്ടോ. അല്ല, പാറൂട്ടിനായാലും മതി. ഇതിന്റെ ഉള്ളിൽ ലേസർ വെച്ച് എഴുതണം. ഇതൊന്ന് ഇട്ടേ നോക്കട്ടെ, കാണിക്കാം. ഇപ്പൊ ഇട്ടനില്ല, നീ ഇട്ടോ. ഓക്കെ, അത് ആ സൈസ് ഇഷ്ടായി. ഇത് ടൈറ്റ് അല്ലേ? ഇത് കറക്റ്റ്. ദിസ് വൺ ഈസ് കറക്റ്റ്. ഇഷ്ടായി. സെലക്ട് ചെയ്തോ? ഇത് മതിയോ? ഓ, നമുക്ക് അങ്ങനെ ടേസ്റ്റ്, നമുക്ക് അതിന് ചെറുതില്ല, വെയിറ്റ് കൂടിയതാ. അതോ ഡിഫറെന്റ് ആണോ? അത് നോക്കി, അത് സെയിം വെയിറ്റ് ആണോ? അതോ ഓക്കെ, അത് ഇട്ട് നോക്ക്. ഇത് ടൈറ്റ്, ഇത് ഇത്തിരി പക്ഷെ കറക്റ്റ് ആണ്. കേറുന്ന ഭാഗത്തും ഇഷ്ടായോ? എന്നാലും ചെറിയൊരു ചിലപ്പോ ഇത്തിരി തടിയൊക്കെ വെക്കുമ്പോ ചിലപ്പോ ഈർക്കാൻ വരാൻ ഇല്ല, ഇത് രണ്ടുപേരിലും ഇട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടത് നോക്ക്. രണ്ടിൽ കൈ അടിച്ച് നോക്കട്ടെ. കൂടുതൽ ഇഷ്ടമായതാ? ഇത് രസം അല്ലേ? അത് എന്താ അറിയോ, ഈ ഡിസൈൻസ് വരണോണ്ട് സൈഡിൽ നിന്ന് രസം. ഓക്കെ, അത് നല്ലതാ. ഇതല്ല, ഇത് ടൈറ്റ് ഓക്കെ ആണല്ലോ അല്ലേ? നോർമൽ ആണല്ലോ അല്ലേ? പിന്നീട് നമുക്ക് കൺജക്റ്റഡ് ഫീൽ ആവൂല. വേണമെങ്കിൽ പിന്നെ ഫ്യൂച്ചറിൽ നമുക്ക് ഒരു സൈസ് ഒക്കെ വലുതാക്കാൻ പറ്റുന്നു. കുറച്ചും കൂടി ലൂസ് ഉണ്ടാവും. ഇത് കറക്റ്റ് ആണ്. ഇത് കറക്റ്റ് ആയിരുന്നു. ഇതിന്റെ രണ്ടും നല്ലതാട്ടോ, രണ്ടും ഒരുപോലെ നല്ലതാണ്. ഗൈസ്, നിങ്ങൾ പറയും ഇത് വേണോ ഇത് വേണോ? ഈ രണ്ട് സെയിം ആണ് ഏകദേശം അല്ലെ? ഇത് ഇത്തിരി വ്യത്യാസം ഉണ്ട് അല്ലേ? ചെറിയ വലുതാണ്. ഇത് വന്നിരുന്നെങ്കിൽ കറക്റ്റ് ആയിരുന്നു. അവള് നോക്കാൻ പറഞ്ഞതാ. ഇതിന്റെ മറ്റത് ഭയങ്കര ലൂസ് ആയിരുന്നു. ഇതിന്റെ അടുത്ത സൈസ് എനിക്ക് ലൂസാ. ഏതാണ്? എനിക്കുള്ള സൈസ് ഇല്ല. സിംഹം ഒരു ക്ഷീണിച്ച സിംഹത്തിന്റെ തല മാത്രമേ കുഴപ്പമില്ലായിരുന്നു അല്ലേ? നല്ലതാണ് അത്. കൊള്ളാം, രസമുണ്ട്. ഇത് പുതിയതാണോ? പുതിയ ഡിസൈൻ ആണോ അല്ലേ? ഗൈസ്, ഇത് എങ്ങനെയുണ്ട്? ഓക്കെ ആണോ? നിന്റെ സെലക്ട് ചെയ്യാം. എല്ലാം ഓക്കെ ആണോ? ഏതാണ് സെലക്ട് ചെയ്യാമോ? ഇത് ഓക്കെ ആണോ?
പൂമ്പാറ്റ പാറിപ്പാറ നടക്കണേ. ഇനിയിപ്പോൾ അത് പറ്റില്ലല്ലോ, പോയല്ലോ. ഇതോ ഇത് ഓക്കെയാണ് കേട്ടോ. ഓക്കെയാണ്. എനിക്ക് വേണം ഈ റിങ്സും ഇതൊന്നും ഇട്ട് ശീലമില്ല. ചിലപ്പോൾ അതിന്റെ ഇറിറ്റേഷൻ ആയിരിക്കും. ഞാൻ വാച്ച് ഇടാറില്ല. നിങ്ങളിപ്പോൾ അല്ലല്ലോ ഞങ്ങൾ ഒന്നും ഇടാറില്ല. വി ഡോണ്ട് വെയർ എനിത്തിങ്. ഇറ്റ്സ് എക്സ്ട്രാ ഫോർ മീ. കണ്ടാ പെർഫെക്റ്റ് ആണ്. അതെടുത്തോ. പക്ഷെ ആ ഡിസൈൻ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതാണ് നമ്മൾ ആദ്യം ഇട്ട് നോക്കിയത് അല്ലല്ലോ. ഓ അത് ഈ വിരലിട്ടേ ടൈറ്റ്. ഒന്നെങ്കിൽ അശരത്തിന് നെഞ്ചത്തിലേക്ക് കളരിക്കും. വാട്ട് ഹാപ്പൻസ്? ഓക്കെ, ഇത് രണ്ടും എനിക്ക് ഇഷ്ടമായി. നിനക്ക് ഇഷ്ടം എടുത്തോ. ഐ ലൈക്ക് ബോത്ത് ഓഫ് ദം. അപ്പൊ ഞാനിനി കഷ്ടപ്പെടണം. പിങ്കി ഇതെന്നെ പരിപാടി. ഇത് സത്യം പറഞ്ഞ സൈസ് വൈസ് ഇത് പെർഫെക്റ്റും എനിക്ക് ഡിസൈൻ വൈസ് ഇത് ഇഷ്ടപ്പെട്ടെ. എന്ത് ചെയ്യണം ഞാൻ ചോദിക്കട്ടെ. തണ്ട നീ നോക്ക്. അവിടെ കേറി നോക്കണ്ട. ഓക്കെ, ഉള്ളിൽ മാത്രം നോക്കിയാൽ മതി. ഉള്ളില് അധികം ഇങ്ങനെ പിടിച്ചില്ല. പക്ഷെ ഇങ്ങനെ കാണിച്ചു സ്പേസ് ഉണ്ടോ നോക്കട്ടെ. ഇങ്ങനെ കാണിച്ചു സ്പേസ് ഉണ്ടല്ലോ. പിന്നെ പ്രശ്നം എന്റെ വിരളം മടക്കി പിടിച്ചിട്ട് സ്പേസ് ഉണ്ട്. അല്ല, സ്പേസ് ഉണ്ട്. ഇത് കാര്യം പറയാ കണ്ടോ. ഓക്കെ, പക്ഷെ നിനക്ക് കംഫർട്ട് ലെവലിൽ എടുക്ക്. ഇട്ടോണ്ട് നടക്കണം എപ്പോഴും. എന്റെ പേര് എഴുതിയിട്ട് ഇട്ടോണ്ട് നടക്കണം. ഇതിനകത്ത് എവിടെ നിന്റെ പേര് എഴുതും? ഉള്ളിൽ എഴുതണ ഐശ്വര്യാന്ന് എഴുതുന്നില്ല. ചുമ്മാ അറിഞ്ഞു. ഒരു കാര്യം ചെയ്യാം, ഇത് രണ്ടും എന്റെ ഓപ്ഷൻ ആക്കി വെക്കാം. ഇനി നിന്റെ നോക്കൂ. ഇത് കുഴപ്പമില്ലെന്ന് തോന്നണം കേട്ടോ. കൺഫ്യൂഷൻ. നിന്റെ നോക്കണ്ട, അവളുടെ വലുതായിരിക്കും. അതെ, ഞാൻ ഇത് ഓക്കെയാണ്. നിനക്ക് തോന്നണ കാരണം ഇത് നോക്ക്. ഞാനിത് സെലക്ട് ചെയ്തു. ഒരു വരം, 2 വരം, 3 വരം. ഐ മീൻ ബ്രോ ഇത് കൊള്ളാം ഗൈസ്. അപ്പം എൻ്റെ സെലക്ഷൻ കഴിഞ്ഞു കേട്ടോ. നമ്മുടെ പരിപാടി ഇനി ഇവളുടെയാണ്. ഇനി നോക്കി ഇവളുടെ സെലക്ട് ചെയ്യാം. ഇതെല്ലാം ഭയങ്കര സിമ്പിൾ ആയിപ്പോയി. ഒരു വെഡിങ് റിങ്ങിന്റെ സൈസേ ഇത്തിരി ബ്രോഡ് വേണമല്ലോ വെഡിങ് റിങ് ഉറപ്പായിട്ടും. ഇപ്പൊ നീ ഇത്രയും നോക്കിയല്ലേ എനിക്ക് അത് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ ഒന്ന് ചെറു ഇതിലിട്ടെ ഒരു ബോക്സിൽ എന്തെങ്കിലും. അത് രസമുണ്ടടി. ഇത് എനിക്ക് സത്യം ഇപ്പൊ നീ എടുത്തതിലൊക്കെ ഫാർ ബെറ്റർ. നീ എങ്ങനെ കണ്ട നോക്കിയാ എടുപ്പില്ലേ? നിനക്ക് ഏത് ഇഷ്ടപ്പെട്ട കൂടുതലും? അത് ഞാൻ ഒന്ന് നോക്കട്ടെ. ഞാൻ സെലക്ട് ചെയ്യട്ടെ. നീ സമയമായിട്ട് മാറിയിരിക്കും. ക്യാമറ ഓഫ് ചെയ്തോ. ഓഫ് ചെയ്യണില്ല. ക്യാമറ ഓഫ് ചെയ്തോ. എന്നോട് മാറിയിരിക്കാൻ പറഞ്ഞു. ഓക്കെ ഗൈസ്, നമുക്ക് പോണം. നൈസാ, അത് കൊള്ളാം. വെഡിങ്ങിന്റെ ഒരു ടൈപ്പ് അല്ല. നോക്ക്, വേറെ നോക്ക്. ഇത് നേരത്തെ കാണിച്ചല്ലേ? രസമുണ്ട്. ഇതെന്തുവാ? ഓക്കെ, ഇതെന്താണ്? എല്ലാം ട്രൈ ചെയ്ത് നോക്കാം. കിരീടമാണോ? രസമുണ്ട് ഗൈസ്, നോക്കൂ. അങ്ങനത്തെ അത് കൊള്ളാം അല്ലേ? വെറൈറ്റി ഉണ്ട്. ലൈക്ക് ഇറ്റ് ലുക്സ് ബ്യൂട്ടിഫുൾ. രസമുണ്ട് അല്ലേ? രസമുണ്ട്. ഇതും കൊള്ളാം. കൺഫ്യൂഷൻ ആദ്യമായിട്ടുള്ളതല്ലോ. നടക്കട്ടെ, ഞാൻ പുറത്ത് പോയി ചായ കുടിച്ചിട്ട്. എനിക്കത് ഇഷ്ടമായി. എനിക്ക് സൈസും കംഫർട്ടബിൾ ആയി. കുറച്ച് നേരം ഇട്ട് കഴിഞ്ഞപ്പോൾ അഡ്ജസ്റ്റ് ആയെന്ന് തോന്നുന്നു. കുറച്ച് നേരം ഇട്ട് കഴിഞ്ഞപ്പോഴേ എന്നെ പോലെ അല്ലേ ഞാൻ. കുറച്ചും കൂടി ബോധം എനിക്കുണ്ട്. നന്നായിട്ടുണ്ട്. പേര് നമുക്ക് അകത്തെഴുതാം. പേര് ഡയമണ്ട് ലുക്സ്
ആ എൻ്റെയും വന്നല്ല. അപ്പോൾ ഡയമണ്ട് നടുക്കുള്ളതായിരിക്കും നല്ലത്, മിക്സ് ചെയ്തിട്ടുള്ള. നമ്മുടെ രണ്ടുപേരും എടുക്കുമ്പോൾ സെയിം കൈൻഡ് ഓഫ് തന്നെ ഏകദേശം പറഞ്ഞാൽ എടുക്കുമ്പോഴല്ലേ രസം. സമയം വന്നു നിൽക്കുമ്പോഴേക്കും ഇതിന്റെ ആംഗിൾ വ്യൂ കിട്ടണേ. പറയാൻ വന്നേ രസമുണ്ട് പക്ഷെ ഡയമണ്ട് ഇത് വെഡിങ് റിംഗ് പോലെ ഉണ്ടോ? ഇല്ല മനസ്സിലായി. ഫസ്റ്റ് ഓഫ് ഓൾ ഈ വെഡിങ് റിംഗ് എനിക്ക് കറക്റ്റ് അറിയില്ല. വെഡിങ് റിംഗ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ പേര് എഴുതിയിട്ട് ഇതുപോലെയാണ് വെഡിങ്. വെഡിങ്ങിന് യൂസ് ചെയ്യുന്ന റിംഗ് ഇസ് വെഡിങ് റിംഗ്. ഇതാണ് വെഡിങ് എന്ന് പറയുന്നത്. എല്ലാവർക്കും പേര് എഴുതി സിമ്പിൾ റിംഗ്. ഇങ്ങനെ പേര് എഴുതിയാണ് വെഡിങ് റിംഗ്. ഗൈസ് ഇതാണ് അപ്പോൾ വെഡിങ് റിംഗ് പ്രോപ്പറേറ്റ് ചെയ്യുവാണെങ്കിൽ പേരൊക്കെ എഴുതിയിട്ട്. നമുക്ക് കുറച്ച് വെറൈറ്റി നമുക്ക് ഇഷ്ടം. നമുക്കൊന്നും പ്രോപ്പർ ഇഷ്ടമല്ല, ഈ യുണീക്കാ. വെറൈറ്റി സ്നേഹിക്കുന്ന രണ്ടുപേരും വെറൈറ്റി ആയിട്ട് അത് വേണം. ഇത് ഓക്കെയാണോ? ഇത് ഓക്കെയാണ്. നീ പറഞ്ഞു വെഡിങ് റിംഗ് അല്ലല്ലോ, അങ്ങനത്തെ വിഷമൊന്നും ലാസ്റ്റ് കൺഫ്യൂഷൻ വരരുത്. എന്റെ ഇഷ്ടത്തിനനുസരിച്ച് കംഫർട്ടബിൾ ആയിട്ട് നോക്കിയിട്ട്. മനസ്സിലാവുന്നുണ്ട്, കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. എങ്ങനത്തെ എടുക്കണമെന്ന് പോയാ മറ്റേ ഇത് ഗോൾഡിന്റെ ഗോൾഡിന്റെ അയ്യോ ഒന്നും സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല, കൺഫ്യൂഷനാണ്. ഇപ്പൊ ഇതാണോ ഉള്ളത്? പിന്നെ കല്ലുള്ളതല്ല ഞാൻ ചോദിക്കുന്നത്. ഇത് അങ്ങനെ ഇങ്ങനത്തെയൊക്കെയാണ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇതാണ്. ഇതൊക്കെ എടുത്തിടുമ്പോ ആലോചിക്കണം. കുടുങ്ങി ചേട്ടാ, കുറച്ച് എണ്ണ ഉണ്ടെങ്കിൽ എടുത്ത ശരിക്കും കുടുങ്ങിയ. നിക്ക് അയ്യോ ചേട്ടാ, എടുത്തിടുമ്പോ ആലോചിക്കണം. ഒരു പണി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. എടുക്കാൻ പറ്റണ്ട. താങ്ക് യു. ജസ്റ്റ് ഒന്ന് ലോക്കായി പോയി, കുഴപ്പമില്ല. ഇനി ഇടുമ്പോ ശ്രദ്ധിച്ചുണ്ട് ഇടുക, കറക്റ്റ് സൈസാണ് നോക്ക്. ശരി ചേട്ടൻ പറഞ്ഞ മറ്റേ ഒറ്റ കല്ല് വല്ലതുണ്ടോ വീതിയുള്ളതില്? ഏത് വെഡിങ് റിംഗ് അല്ലേ ഇട്ട് ഫോട്ടോ ഒക്കെ ഇടാനുള്ള? ആ റിങ് കറക്റ്റ് അത്. അല്ല പിന്നെ ഇട്ടപ്പോ ഐ തിങ്ക് ഐ ഗോട്ട് യൂസ്ഡ് അപ്പ്. ഇപ്പൊ കുഴപ്പമില്ല, യൂസ്ഡ് അപ്പ് ആയിക്കോളൂ അല്ലേ കുറച്ച് കഴിയുമ്പോ. നമ്മൾ ഇടുന്ന മെത്തേഡിനെ അത് കണ്ടാലും പറയും. വെരി വെരി കൂട്ടി ഭയങ്കര ചെറുതായി പോയി ഉദ്ദേശിച്ചത്. ഇത് ആണെങ്കിൽ ഇത്തിരി കാണാനുണ്ട് കേട്ടോ, രസമുണ്ട്, വെറൈറ്റി രസമുണ്ട്. അവിടെ അത് കേട്ടോ, നമ്മളിവിടെ വന്ന ക്യാമറമാൻ അറിഞ്ഞ അത്. ഗൈസ് നോക്കൂ, ഇത് എങ്ങനെയുണ്ട്? അങ്ങനെ ചേച്ചി എനിക്ക് അറിയില്ല. ഇഫ് യു ലൈക്ക് ഇറ്റ് വിൽ ടേക്ക് ഇറ്റ്. യാ ഗൈസ്, അങ്ങനെ ഞങ്ങൾ വെഡിങ് റിംഗ് ഫൈനലി ഫിക്സ് ചെയ്തു അല്ലേ? ഇനി മാറ്റമൊന്നുമില്ലല്ലോ, ഫൈനലല്ലേ? ഓക്കെ. ചേരില്ലേ? ചോർച്ചയില്ല, ചേർച്ചയുണ്ട്. ഗൈസ്, അപ്പോൾ നമുക്ക് ബോച്ച സാറിനെ ഒന്ന് വിളിക്കാം, വീഡിയോ കോൾ ചെയ്യാം. അപ്പോൾ അതുവഴി നമുക്ക് കല്യാണവും ക്ഷണിക്കാമല്ലോ. എന്തായാലും കടയിൽ വന്നു, അപ്പോൾ ആളൊന്ന് വീഡിയോ കോൾ ചെയ്യാമെന്ന് വിചാരിച്ചു. വീഡിയോ കോൾ ചെയ്യാം. ഹലോ ബോച്ചെ സാർ. ഹായ് ബോച്ചെ സാർ, നമസ്കാരം. എന്നോട് കാണിക്കൂ. കല്യാണമാണ്. അതേ പാളത്തിന് തന്നെ തല വെക്കാൻ തീരുമാനിച്ചു.
ആ അങ്ങനെയും പറയാ. സെയിം ക്ലബ്. ആദ്യമായിട്ടാണ് ഈ പരിപാടി? എത്രാമത്തെ? ഇത് ആദ്യമായിട്ടാ. ഫസ്റ്റാമതാണ്. നമുക്ക് ഒരെണ്ണം പറ്റുള്ളൂ, അതിൽ കൂടുതൽ നമുക്ക് താങ്ങാൻ പറ്റത്തില്ല സാർ. വേണ്ട, ഒന്നെന്നെ താങ്കാൻ മടിയാതെ. സുന്ദരിയായ ഭാര്യനെ എങ്ങനെ അടിച്ചെടുത്ത്? പ്രേമിച്ച് കെട്ടിയോ? കെട്ടിയിട്ട് പ്രേമിക്കാൻ പോവാണോ? ഇല്ല, പ്രേമിച്ച് കെട്ടി. 6 വർഷത്തെ പ്രേമോ. ഗുഡ് ലക്ക്. ഓ താങ്ക് യു സോ മച്ച്. സ്വർണ്ണാണല്ലോ, നമ്മുടെ കടയാണ്. അതെ, ഞങ്ങളിവിടെ ചെമ്മണ്ണൂർ ജൂവലേഴ്സിലാ, ബോച്ചയുടെ കടയിലാണ്. എവിടെയുള്ള? അങ്കമാലി സൈഡാ. അങ്കമാലി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ മറ്റേ ലോക്കാക്കാനുള്ള സാധനം വാങ്ങാനാവില്ലേ? അതന്നെ, വെഡിങ് ലോക്ക്. പരിപാടിയാ. ലോക്കാക്കിയാലും അത്യാവശ്യം സ്വാതന്ത്ര്യമൊക്കെ കൊടുത്തേക്കണേ. നല്ല സുന്ദരിയായ പെൺകുട്ടിയാണ്. ചോദിച്ചു നോക്ക്, ഞാൻ ഇഷ്ടംപോലെ സ്വാതന്ത്ര്യം തരാറുണ്ട്, കൊടുക്കാറുണ്ട്. ആണല്ലേ? ഇഷ്ടമുള്ളൊക്കെ കൊടുത്തേക്കണേ, ആവശ്യമുള്ളൊക്കെ കൊടുത്തേക്കണേ. അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ ഫ്രീഡം. എല്ലാം ആവശ്യമുള്ള എല്ലാം കൊടുക്കും. അത് മാത്രമല്ല ബോച്ച് സാർ, ഞങ്ങള് വെഡിങ്ങിലും കൂടി ക്ഷണിക്കാനായിട്ടാണ് വിളിച്ചത്. താങ്ക് യു. ഫ്രീ ആണെങ്കിൽ ഉറപ്പായിട്ടും വരണം, സാറ് വരണം. തീർച്ചയായിട്ടും. സാറല്ല ബോച്ച്. ഓക്കെ സാർ. ഓക്കെ സാർ. ഗൈസ്, അങ്ങനെ നമ്മൾ വീഡിയോ കോളിൽ കൂടിയാണെങ്കിലും ബോച്ചി സാറിനെ കല്യാണത്തിന് വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഉറപ്പായിട്ടും വരും, സന്തോഷം. ഉറപ്പായിട്ടും അല്ലേ? വരും. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ വെഡിങ് റിംഗ് ജ്വല്ലറി പർച്ചേസ് കഴിഞ്ഞിരിക്കുകയാണ്. നീ ഹാപ്പി ആണല്ലോ? ഞാൻ ഹാപ്പിയാ. എനിക്ക് അങ്ങനെ ഒന്നുമില്ല, എനിക്ക് അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ അടിപൊളി കളക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ സ്റ്റാഫ്സൊക്കെ ഭയങ്കര സ്നേഹത്തോടെയാണ് നമ്മുടെ ഇത് സംഭവങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്നത്, അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത കാര്യത്തിലോട്ട് പോവാം. കണ്ടില്ല. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മൾ കാഞ്ചീപുരം എത്തിയിരിക്കുകയാണ്. കേറാം, കേറുന്നു. നോക്കൂ, നിങ്ങളുടെ കളക്ഷൻ തപ്പിൽ നോക്കൂ. സ്റ്റാർട്ട് ചെയ്തോളൂ. ഗോൾഡ് ടിഷ്യൂല് പീച്ച് ബ്രെഡ് ഉണ്ടാക്കി. ഓ, ഫുൾ ഗോൾഡ്. ബ്ലൗസ് ഗോൾഡ് ഇടാനാണ്. പക്ഷെ ഗോൾഡ് ഇടുന്ന ഇതായിരിക്കും കുറച്ച് ഭംഗി. എന്താ വെച്ചാൽ ഇതിൽ വരുന്ന ബോർഡർ ഈ കളറാണല്ലോ. ഗോൾഡും ഒരു യെല്ലോ കൂടി ചേർത്ത്, ഒരു മസ്റ്റേർഡ് യെല്ലോ ചേർന്ന് വരുന്നതാണ്. എനിക്കറിയില്ല. എനിക്കെല്ലാം ഇതിന്റെ ഷെയ്ഡ് ഇങ്ങനെ മാറി മാറി. ഡാർക്കാ? ഏത്? അല്ല, അതിന്റെ ആവശ്യമില്ല. ഒന്ന് ഫോട്ടോ എടുത്ത് നോക്കട്ടെ. ഫോട്ടോ ചേരുണ്ടോ? കളർ ചേരുന്നുണ്ട്. നിനക്ക് ഏത് എന്താടി ചേരാത്തത്? കാണാവോ? കാണിച്ചു നോക്കട്ടെ. ബ്രൈറ്റ് എടുക്കണ നല്ലതല്ലേ? ഇതിപ്പോ എന്റെ കളർ പോലെ ഇരിക്കണില്ലേ? ഒരു എനിക്കിത് ഇഷ്ടപ്പെട്ടു. മറ്റേ കൈൻഡ് ഓഫ് ആണെങ്കിൽ ഗോൾഡാണ് വരുന്നത്. ഇതൊന്ന് പിടിക്കും. നീ ഫോട്ടോ എടുത്ത് തന്നെ. ഈ കൈ കൊണ്ട് പിടിച്ചോളും. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇങ്ങനെ വരുമ്പോൾ. കണ്ടാ മതി. ഫ്രണ്ടിൽ നിന്നോളൂ. നല്ല കളറാണ്, പക്ഷെ ഒരു ബ്രൈറ്റ് എടുക്കാല്ലേ നീ? ഇതെങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ആക്ച്വലി ഇത് കണ്ടോ, ഈ ബ്ലൗസിന്റെ കളർ സാരിയാണ് ഞാൻ നോക്കുന്നത്.
അത് പക്ഷേ ഗോൾഡാണ്, പീച്ച് വിത്ത് ഗോൾഡാണ്. അതാണ് ആ സാരിയാണ് ഞാൻ നോക്കുന്നത്. കുറച്ച് ഫ്രണ്ടിൽ നിന്നോളൂ എന്നിട്ട്. നീ ഇത്തിരി ദൂരം എടുക്കും. കാണിച്ച് ചേരണ്ടോ നോക്കട്ടെ. കൊള്ളാല്ലേ. ഓക്കെ ഇത് നന്നായിട്ടുണ്ട് കേട്ടോ, കളർ നന്നായിട്ട്. ഇതല്ല നിനക്ക് നല്ലാണ്, നീയേ പറ. എടി ഇല്ല, എനിക്ക് ഈ റെഡും ഇങ്ങനത്തെ ഓക്കെയാണ്. എങ്ങനത്തെയാണ് നീ ഉദ്ദേശിക്കുന്നത്? ഇത് ബ്ലൗസിലെ പ്ലെയിൻ. നിന്റെ ജോലി ഫോട്ടോ എടുക്കല്. ആ ശരി. അത് മാത്രമായിരുന്നു ജോലിയും, കുഴപ്പമില്ലായിരുന്നു. ഇത് വേറെ സ്റ്റൈലാണ്. ഈ പൈപ്പിംഗ് വരുമ്പോ ഹൈലൈറ്റ് വരുമ്പോ കുറച്ചും കൂടെ സ്റ്റൈൽ കൂടുതലാണ്. എടുത്തോ ബ്ലൗസ്. ബ്ലൗസ് ഗ്രീൻ ആണ് ബ്ലൗസ് വരുന്നത്. അത് ഓറഞ്ച്. ഓറഞ്ചാ? ഇതൊരു റോസ് അല്ലേ, മെറൂൺ റോസ്. പിന്നെ അതും കൂടെ നോക്കാം, ഗോൾഡൻ റെഡും. ഇത് ഗോൾഡ് അല്ലേ? അല്ലേ, റെഡാ വന്നത്. ചിരിക്കാൻ നോക്കിയേ. ചിരിക്കണല്ലേ, നീ അവിടെ നോക്കി സംസാരിച്ചുകൊണ്ടിരിക്കല്ലേ. ഓ ഈ ബ്ലൗസ്. ഇതാണ് ബ്ലൗസ്. ആ ഓക്കെ ഓക്കെ. ശരി. ഇത് അമ്മയ്ക്ക് എന്താ? അമ്മയ്ക്ക് എന്താ ഇങ്ങനെ വെച്ചോ? ഇല്ല ഏത് കളറാ ഇഷ്ടേ? ഏത്? മറ്റേ റെഡാ? ചുമപ്പ്. ഏതാടാ നല്ലത് നന്ദു? ഇതിനകത്താ ഞാൻ പറയാം ഇങ്കി പിങ്കി പോ. അങ്ങനെയല്ല പറയണ്ടേ, ഭംഗി ഏതാ? അല്ല അപ്പൊ ഞാൻ പറയട്ടെ, നിനക്ക് ഏതാ ഇഷ്ടപ്പെട്ടെ? അല്ല അങ്ങനെയല്ല, അവൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. യു സീ ദ ഡിലിമ. ഞാൻ പറയാം. റെഡ് എടുത്തോ. നിക്കറ് വേറെ റെഡും കൂടെ നോക്കാം. ഈ റെഡിലും കൺഫേം ആവണ്ട. മറ്റേ വൈറ്റ് വാഷ് ചെയ്ത പോലെ ഇപ്പൊ അത് ഇവിടെ സ്കിന്ന് വൈറ്റ്, ഇവളും വൈറ്റ്, ആ സാരി സിൽവർ ആയി കഴിഞ്ഞ മൊത്തം. സെയിം ഡിസൈനാ? കളറ് ഇത് ഡിസൈനും തന്നെയാണ്. ഓക്കെ, ഇനി ഇത് രണ്ടും നോക്ക്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്. പക്ഷെ എനിക്കറിയാം എല്ലാം ഒരുപോലെ തോന്നുന്നുണ്ട്, മറ്റത് ഇതൊക്കെ ഒരുപോലെ തോന്നുന്നുണ്ട്. ഇതിപ്പോ എന്താ? ഇത് ഗോൾഡ്? ഇതെന്താ കളർ? ഇത് പീച്ചാണ്. പീച്ച് വിത്ത് ഗോൾഡാണ്. ഇതിന് നമ്മുടെ ഇവിടെ വന്നത് പീച്ചായിരിക്കോ? ഗോൾഡ് തന്നെയാണ് വരിക. ഇങ്ങനെയാണ് വരുന്നത്. ഗോൾഡ് അല്ലേ വരും. നിനക്ക് ഇത് ഇഷ്ടപ്പെട്ടെ? എനിക്ക് വെളിച്ചത്തിലൂടെ ഇറക്കാം. അല്ല എനിക്ക് അല്ല അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെടുന്നല്ല, ഞാൻ എന്റെ ഒപ്പീനിയൻ പറഞ്ഞതാ. ലാസ്റ്റ് എടുത്തു കഴിഞ്ഞിട്ട് അത് ഇഷ്ടപ്പെട്ടില്ല, എന്റെ തലയിലോ. ഞങ്ങൾ കൺഫ്യൂഷൻ. ഹലോ ചേച്ചി. പിന്നെന്താ സുഖമായിട്ടിരിക്കുന്നോ? എന്നാ കല്യാണം? ഇല്ല, വേറെയും കുറെ സംഭവങ്ങളൊക്കെ പിന്നെ പെട്ടെന്ന് ടൈം സെറ്റ് ചെയ്യേണ്ടി വന്നു. ബ്ലൗസ് ഒക്കെ തയ്ക്കണ്ടേ? ഇവിടെ ഓരോരുത്തർ 2 മാസം മുന്നേ ഒക്കെ വന്ന് എടുത്തോണ്ട് ബ്ലൗസ് തയ്ക്കണം പറഞ്ഞു. സച്ചായ വന്നിട്ട് ഗോൾഡൻ അല്ലേ നോക്കിയത്? ഗോൾഡൻ നോക്കി, പക്ഷെ ഗോൾഡൻ ഞാൻ നോക്കി വെച്ചൊക്കെ പോയി, എല്ലാം പോയി. അതാ പറഞ്ഞ ലേറ്റ് ആയുള്ള പ്രശ്നം. എല്ലാരും കർക്കിടകം കഴിയാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. കർക്കിടകം കഴിഞ്ഞ് ഒരു കൂട്ടം വന്ന് ഇരുന്ന ഗോൾഡൻ എല്ലാം എടുത്തിട്ട് പോയി. പക്ഷെ ഇതൊക്കെ നല്ലതാണ്. ഇത് 3 സെലക്ട് ആക്കി വെച്ചിട്ടുണ്ട്. വെച്ച് നോക്കിയോ? വെച്ച് ഇപ്പൊ നോക്കി, കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് നോക്കി. നോക്കിയപ്പോ ഏതാ ഇഷ്ടായ? വെച്ച് നോക്കിയപ്പോ ഇവർക്കെല്ലാം ഇഷ്ടമാണ്, പിന്നെ ഇത് പറഞ്ഞു കൊടുക്കണമല്ലോ, അതിന്റെ കൺഫ്യൂഷനാണ്.
എന്നാലും വെച്ച് നോക്കുമ്പോ ഏതാണ് ഒരു ഫേസ് ബ്രൈറ്റ് ആയതോ അങ്ങനെ എന്തെങ്കിലും? അത് റെഡ് ആണെന്നാണ് പറയണത്. ആള് നല്ല ഫെയർ ആയതുകൊണ്ട് ഇത് തന്നെ ആയിരിക്കും ഒബ്വിയസ്ലി വെക്കുമ്പം ഭംഗിയാണ്. ഓക്കെ, ഇത് ആക്ച്വലി ഫുൾ ഗോൾഡ് ആണ്, പക്ഷെ ഇതില് കോൺട്രാസ്റ്റ് വരുന്നേ ഉള്ളൂ. പിങ്ക് വരും, ഒനിയൻ പിങ്ക് വരുന്നേ ഉള്ളൂ. ഫുൾ ഗോൾഡ് തന്നെയാണ്, കോൺട്രാസ്റ്റ് വരുന്നേ ഉള്ളൂ. ഇത് ശരിക്കും ആക്ച്വലി ഫുൾ ഗോൾഡ് ഫീൽ തന്നെ വരുള്ളൂ. ഇതിന്റെ ബേജ് ആണ് വരുന്നത്, പക്ഷെ ആ ബേജ് ഗോൾഡുമായിട്ട് ഭയങ്കര ക്ലോസ് ആയതുകൊണ്ട് അറിയില്ല അത് അങ്ങനെയാണ്. പക്ഷെ ഇത് വെച്ച് നോക്കുമ്പോ എനിക്ക് ഇതാണ് പേഴ്സണലി കുറച്ചും കൂടെ ഇതും നല്ലതാണ്. ഇത് വെച്ച് നോക്കിയായിരുന്നോ? ഇത് ഗോൾഡൻ ബ്ലൗസ് തന്നെയാ വരുന്നത്. ഇത് നല്ല അത് ആക്ച്വലി നല്ല ചേരുന്നുണ്ട്. ആണോ? അതാണ് മുന്നത്തെ അല്ലേ? ഇതും കൂടെ ഒന്ന് വെച്ച് നോക്കോ. ഇത് ഗോൾഡൻ വൈൻ ഷെയ്ഡ് ആണ് വരുന്നത്. നല്ല കളറാ, ആള് നല്ല ഫെയർ ആയതുകൊണ്ട് ഇത് നല്ല ഭംഗി. ഇതിന്റെ ബ്ലൗസ് എന്ത് വരും? ബ്ലൗസ് വരുന്നത് ഗോൾഡൻ ടിഷ്യൂവും ഇതും മിക്സ് ആയിട്ട് വരും. ഇത് ഇടണ്ടെന്നുണ്ടെങ്കിൽ ഗോൾഡൻ ടിഷ്യൂല് വേറെ ബ്ലൗസ് ചെയ്തിട്ടാൽ മതി. ആ ഫുൾ ഗോൾഡ് ലുക്ക് തന്നെ വേണമെന്നുണ്ട്, എന്നിട്ട് അതിൽ വർക്ക് ചെയ്യുമല്ലോ. ഈ കളറ് ആക്ച്വലി ഈ കളറ് ആൾക്ക് നല്ല ആണല്ലേ? ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് നല്ല ചേരുന്നുണ്ട്, ഫേസ് ഒക്കെ നല്ല. ഇത് വേണ്ട, ഇതും എനിക്കിഷ്ടായി. എന്ന് വെച്ചാൽ ഫുൾ ഗോൾഡിൽ ഇത് നല്ല രസമുണ്ട്. പിന്നെ നേരത്തെ ട്രൈ ചെയ്താ കൊറേ ട്രൈ ചെയ്തു. ആക്ച്വലി ലുക്കിംഗ് നൈസ്. റെഡ് അല്ലേ? റെഡും കൊള്ളാം. ഇത് ഭയങ്കര രസമുണ്ട്. അതിപ്പോ അവർക്കും അമ്മയ്ക്കും അതാ ഇഷ്ടപ്പെട്ടത്. റെഡ് നല്ല രസമുണ്ട്. പീച്ച് ആൻഡ് ഗോൾഡ് ഫേസ് അത്ര ബ്രൈറ്റ് ആവുന്നില്ല, അതിന്റെ ഒപ്പം ബ്ലെൻഡ് ആയി പോകുന്നു, ഒരേ കളർ ആയി പോകുന്നു എല്ലാം കൂടി. പക്ഷെ ആ റെഡ് ഭയങ്കര രസമുണ്ട്. ആ റെഡ് ഇത് ഇത് നല്ല ചേരുന്നുണ്ട്. ഇതാകുമ്പോ ഗോൾഡൻ എന്നുള്ള സാധനം കിട്ടും, അത് നല്ല രസമുണ്ട്. ഇങ്ങനെയായിരിക്കും ഫോട്ടോസ് വീഡിയോസിലൊക്കെ എഫക്റ്റ് വരും. പക്ഷെ ഏറ്റവും ഭംഗി വെച്ച് നോക്കിയാലോ ഇത് തന്നെയാണ് ഭയങ്കര ഭംഗി. കുറച്ചും കൂടെ ഡാർക്കാണ്. ബ്ലൗസ് നന്ദു താഴോട്ടിങ്ങനല്ലേ? ഇത് രസമുണ്ട് കേട്ടോ, ഭയങ്കര സുന്ദരിയുണ്ട്, രസമുണ്ട്. ഇനി ഏതാ ഇഷ്ടമായ? ഏതാണ്? ഇത് കൊള്ളാം, ഇത് രണ്ടും കൊള്ളാം. ഗോൾഡൻ ടിഷ്യൂ ആണ് ആഗ്രഹമെങ്കിൽ ഐ വുഡ് സേ ഗോ ഫോർ ദിസ്. ഇതെടുത്തോ, ധൈര്യമായിട്ട് എടുത്തോ, നല്ല ചേരുന്നുണ്ട്. കൺഫ്യൂഷൻ ആട്ടോ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആട്ടോ. ഇതിന്റെ കേസിൽ ഇത്ര കൺഫ്യൂഷൻ ഉണ്ടായതാ? അതല്ല, എന്നെ സെലക്ട് ചെയ്യണേന് കുറച്ച് ഉദ്ദേശിച്ച ഇപ്പൊ വേണ്ട, തുടങ്ങണ മുന്നേ തന്നെ വെട്ടിയിടരുത്. എനിക്ക് ഈ സാധനം കമ്പാരിറ്റീവ്ലാ ഉറപ്പായിട്ടും നിനക്ക് മറ്റേ സംഭവം അടിപൊളിയാണ്. പക്ഷെ ടിപ്പിക്കൽ ആയതുകൊണ്ട് നീ ഇതിന് ഡിഫറെന്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും വർക്ക് ചെയ്യുമ്പോ ഈ കളറിൽ ചെറിയൊരു എലമെന്റ് എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുത്താൽ, അല്ലെങ്കിൽ ഒരു ബന്ധമില്ലാത്തവരെ ഇങ്ങനത്തെയാണ് എടുക്കുന്നതെങ്കിൽ നീ എടുക്കുന്നത് കുറച്ചൊരു കോൺട്രാസ്റ്റുള്ള എന്തെങ്കിലും ആയിരിക്കണം. എന്നാലേ ഡിഫറൻസ് ഫീൽ ചെയ്യാൻ പറ്റും. മനസ്സിലായി. നല്ല രസം. ഇങ്ങനെ തന്നെ വരുള്ളൂ. അപ്പൊ നിങ്ങളുടെ ഫോട്ടോസ് വീഡിയോസിലെല്ലാം ഈ ഒരു എഫക്റ്റ് വരുള്ളൂ. ഒരു ഡാർക്ക് ഗോൾഡ് ആണ്, യെല്ലോ ഗോൾഡ് കുറച്ചുകൂടെ ലൈറ്റ്. ഇന്നാളെ ഏത് ഫംഗ്ഷനിൽ കാവ്യാമാധവൻ ഇത് ഇങ്ങനത്തെ സാരി ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇത് എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഇനി അമ്മ പറമ്മ. ഓക്കെ, റെഡ് കളണെങ്കിൽ പിന്നെ ഇത് തന്നെ. പക്ഷേ കളർ ടോൺ ഈസ് ക്വൈറ്റ് സിമിലർ. കാവ്യ ചേച്ചിയുടേത് ബേബി പിങ്ക് ആയിരുന്നു, ഇത് പീച്ച് ആണ്.
പീച്ചാണ്. ഓക്കെ 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 ഫൈൻ. ഓക്കെ, ഇതിന്റെ ഒരു ഫോട്ടോ എടുത്തേ. ചേച്ചിക്കാന്ന് തോന്നണം ഇതാണ് ഇഷ്ടപ്പെട്ടത്. അപ്പൊ എല്ലാരും towards this. പക്ഷെ കല്യാണപ്പെട്ടാവളാ എടുത്തേ. നിനക്കത് ഇഷ്ടം? നിനക്ക് ഏതാ ഇഷ്ടപ്പെട്ടത്? എനിക്ക് എല്ലാം കൺഫ്യൂഷൻ ആണ്. ശരി, നിനക്ക് ഇഷ്ടപ്പെട്ട ഇതെടുത്തോ. ഉറപ്പാണല്ലോ? ഉറപ്പ്. ഒരു തരം 2 തരം അങ്ങനെ വെച്ച് നോക്കുമ്പോ നല്ല ഭംഗിയുണ്ട്. അതെ ഓക്കെ. അപ്പോ അങ്ങനെ മൊത്തം കൺഫ്യൂഷനും കാര്യങ്ങളുടെ ഇടയിൽ നിന്ന് ലാസ്റ്റ് ഒരു സാധനം സെലക്ട് ചെയ്തു അല്ലേ? ഇത് ഉറപ്പാണല്ലോ, ലാസ്റ്റ് മാറ്റേണ്ടി വരില്ലല്ലോ. ഇനിയും പരിസരത്തോട്ട് ഞാൻ കേട്ടില്ല. മര്യാദക്ക് ഇത് കൊടുത്ത് കല്യാണം കഴിച്ചു. ഓക്കെ അല്ലേ? ഇത് ഓക്കെയാണ്. അടിപൊളിയാ. ഓക്കെ. അപ്പൊ ഹാപ്പി മാരിഡ് ലൈഫ് രണ്ടുപേർക്കും. ഈ കൊച്ചു വെച്ച് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ. താങ്ക് യു ചേച്ചി, താങ്ക് യു. അപ്പൊ കല്യാണത്തിന് കാണാം. ഓക്കെ ഓക്കെ.